വളരെ അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു വീടുകൾക്കും മതിലുകൾ കെട്ടി വേർതിരിച്ചിട്ടുണ്ടായിരുന്നില്ല. കിലോമീറ്ററുകളോളം ഓരോ വീടിൻ്റെയും മുറ്റത്തു കൂടിയായിരുന്നു എല്ലാ ആളുകളും യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ വീടിൻ്റെ മുറ്റത്തു കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വീട്ടിലാരെങ്കിലും ഉമ്മർത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പഴയ ആളുകൾക്ക് ചോദിക്കുകയായിരുന്നു, എന്തേ വയ്യായിട്ടോ, എന്തേ എങ്ങനെ ഇരിക്കുന്നത്. എപ്പോഴും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു ആ കാലത്ത് ആളുകൾ സഞ്ചരിച്ചിരുന്നത്. കാലം കുറേ അങ്ങോട്ട് പോയപ്പോൾ എല്ലാ വീടുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സംരക്ഷിക്കാൻ തുടങ്ങി. എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും 2 മക്കളും ഇങ്ങനെയായി. അവർക്ക് അവരുടേതായ ഒരു ലോകവും പുറത്തേക്കുള്ളതൊന്നും അറിയാത്ത അവസ്ഥ വന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറി റെസിഡൻസ് അസോസിയേഷൻ വന്നപ്പോൾ കുറച്ചൊരു മാറ്റവും വന്നു. പറഞ്ഞു വരുന്നത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒന്നും കാര്യങ്ങളെക്കുറിച്ചല്ല, ഒരു മരണത്തെക്കുറിച്ചാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും 2 മക്കളും. ഭർത്താവ് രാത്രി 2 മണിയാവുമ്പോൾ അസുഖമായി വീണു. ബോധമില്ലാണ്ടായി ഭർത്താവിന്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യ പുറത്തേക്ക് വാതിൽ തുറന്ന് പുറത്തു വന്നു. ഗേറ്റ് തുറന്നു. പല വീടുകളിലും കയറാൻ വേണ്ടി ഓടി നടന്നു. ഓരോ വീടിൻ്റെയും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. ആ ഗേറ്റിൽ നിന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു വീട്ടുകാരും ഈ വിവരങ്ങൾ അറിയുന്നില്ല. പല വീടിൻ്റെയും ഗേറ്റ് പോയി തട്ടി വിളിച്ചിട്ടും അറിയുന്നില്ല. ഒന്നാമത് ഇപ്പോൾ എല്ലാ വീട്ടിലും ഫാൻ ഇട്ടിട്ടാണ് ആളുകൾ കിടന്നുറങ്ങുക. ആ ഫാനിൻ്റെ ശബ്ദം കൂടി ആകുമ്പോൾ പുറമെ നിന്നുള്ള ഒരു ശബ്ദവും കേൾക്കുകയുമില്ല. ആകെ വിഷമമായി. രാത്രി 2 മണിക്കാണ് സംഭവം. 4 മണിയായി. 2 മണിക്കൂർ അങ്ങനെ കിടന്നു. ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയിട്ട് അതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കല്ലേ. ഏതെങ്കിലും നമ്പർ എടുക്കാൻ കഴിയുമോ? ഭാര്യയുടെ കയ്യിൽ നമ്പറില്ല, വേറെ അടുത്ത ആൾക്കാരുടെ നമ്പറൊന്നുമില്ല. എങ്ങനെയോ ഒരാളെ വഴി വന്നു കണ്ടു. അദ്ദേഹത്തോട് വിവരം പറഞ്ഞു. അദ്ദേഹം പലരെയും വിളിച്ച് ഒരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി. 3 ദിവസം ആശുപത്രിയിൽ കിടന്ന് 4-ാം ദിവസം ആൾ മരിക്കുകയും ചെയ്തു. കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ശ്രമിക്കാമായിരുന്നു എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. 2 മണിക്കാണ് സംഭവിച്ചത് രാത്രിയിൽ. ആ സമയത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ. ഇവിടെ എന്തിനാണ് നമ്മൾ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുന്നത്? പ്രശസ്തമായൊരു ചോദ്യമാണ്. എല്ലാവരും മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെക്കും. എന്താ അതിനകത്ത് ഇത്ര രഹസ്യങ്ങൾ? ഓരോ ഫോണിലും രഹസ്യങ്ങളുള്ളത് കൊണ്ടല്ലേ ലോക്ക് ചെയ്ത് വെക്കണത്. എൻ്റെ ഫോൺ എൻ്റെ ഭാര്യ എടുക്കണ്ട, എൻ്റെ ഭർത്താവ് എടുക്കണ്ട, എൻ്റെ മക്കൾ എടുക്കണ്ട എന്നുള്ളൊരു രഹസ്യം അതിനകത്തുള്ളത് കൊണ്ടല്ലേ. ആ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യാത്തതായിരുന്നെങ്കിൽ ഈ 2 മണിക്ക് ഇദ്ദേഹം ബോധം കെട്ട് വീണ സമയത്ത് തന്നെ ഓൺ ചെയ്ത് പലരെയും വിളിക്കാമായിരുന്നല്ലോ. ഉണ്ടായില്ല. വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ
രഹസ്യ സ്വഭാവമുള്ള കോഡുകൾ അങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് അത് ലോക്ക് ചെയ്യാൻ നിർബന്ധിതനാകുന്നത്. ജീവിതം സന്തോഷിക്കാനും ആനന്ദിക്കാനുള്ളതാണെങ്കിൽ ഇത്തരം രഹസ്യമായിട്ടുള്ള നമ്പറുകൾ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനം, നമ്മളെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആളുകളുടെ നമ്പറുകൾ ഒരു കാർഡിൽ എഴുതിയിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ വെക്കണം. എപ്പോഴാണ് ഒരാൾക്ക് വയ്യായി വരിക എന്ന് പറയാൻ പറ്റില്ല. ഒറ്റപ്പെട്ട കുടുംബങ്ങളാണ്, ഭാര്യയും ഭർത്താവും 2 മക്കളും മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളാണ്. എവിടെയും ഒരാപത്ത് വരുമ്പോൾ വിളിക്കാൻ അവിടെ റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടാവും. ആ അസോസിയേഷൻ നമ്പറുകളൊക്കെ എഴുതി വെക്കണം. ഒരാൾക്കും ഇപ്പോൾ പഴയ പോലെ ഫോൺ നമ്പറുകൾ ബൈഹാർട്ടല്ല. പേരുകൾ നോക്കിയാണ് നമ്മൾ ഫോൺ ചെയ്യുന്നത്, നമ്പർ നോക്കി ഫോൺ ചെയ്യുന്ന കാലം പോയി. അതുകൊണ്ട് എല്ലാ നമ്പറുകളും സൂക്ഷിച്ച് ഒരു ഭാഗത്ത് എഴുതി വയ്ക്കുക. അത് നല്ലതാണ്. ഗേറ്റ് വെച്ചതുകൊണ്ടോ മതിൽ കെട്ടിയതിന് കൊണ്ടോ അല്ല പറയുന്നത്. എൻ്റെ വീടും മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടാണ് തെരുവ് നായയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് മോശമാണെന്നുള്ളതല്ല, അതിനെ മറികടക്കാനുള്ള വിദ്യയാണ് നമ്പറുകൾ സൂക്ഷിച്ച് വയ്ക്കുക. ആ ഒരു കാര്യം ഗുണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.